നമസ്കാരം. എന്തായാലും ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചു. CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങി. വലിയ അത്ഭുതമൊന്നുമില്ല ഈ പേരുകളൊക്കെ കണ്ടിട്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ തലശ്ശേരിയിലെ പേര് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയില്ല, ഒന്ന് അന്ധാളിച്ചു. എൻ ഷംസീറിന് പകരം കാരായി രാജൻ. കാരായി രാജൻ ആരാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. തലശ്ശേരി ഫസൽ വധക്കേസിൽ കുറ്റാരോപിതനായി, അതുപോലെ തന്നെ അന്വേഷണത്തെ നേരിട്ട CPM-ന്റെ തലശ്ശേരി പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് കാരായി രാജൻ, കാരായി ചന്ദ്രശേഖരൻ തുടങ്ങിയ ആളുകൾ. അവർക്കൊക്കെ സീറ്റ് കൊടുക്കുകയാണ്. ഗുണ്ടായുസവും തോന്നിയാസവും താന്തോന്നിത്തരവും കൊല്ലും കൊലയുമൊക്കെയാണ് CPM-ന്റെ മെറിറ്റുകൾ സീറ്റ് കിട്ടാനായിട്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ബോധ്യമാകുന്നത്. എൻ ഷംസീറിനെ വെട്ടാൻ പല കാര്യങ്ങളുണ്ട്. ഷംസീർ ശരിക്കും കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു അനുയായിയായിരുന്നു. കോടിയേരി മരിച്ചതോടുകൂടി ഷംസീറിന്റെ പിടി അയഞ്ഞു. എന്നാലും ഷംസീറിന് തലശ്ശേരിയിൽ വലിയ തോതിലുള്ള പാർട്ടി പിന്തുണയും ജനപിന്തുണയും ഉള്ളതുകൊണ്ട് അദ്ദേഹം 2021 ജയിച്ചു. അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല. സ്വന്തം മരുമകൻ ആദ്യമായി നിയമസഭയിലേക്ക് ജയിച്ചപ്പോൾ പൊതുമരാമത്തും ടൂറിസവും കൊടുത്ത് അംഗീകരിച്ച് ആരാധിച്ച് സ്നേഹിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മുഖ്യമന്ത്രി എൻ ഷംസീർ എന്ന് കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ സ്വന്തം ആളായ ഷംസീറിനെ ഒഴിവാക്കി. അത് വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷമാണ് പിന്നീടുണ്ടായ മന്ത്രിസഭാ വികസനത്തോടനുബന്ധിച്ച് എൻ ഷംസീറിനെ സ്പീക്കറാക്കി മാറ്റിയത്. സ്പീക്കറാക്കിയാൽ രണ്ടുണ്ട് ഗുണം. ഒരു വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഭരണത്തിലോ ഭരണ നിർവഹണത്തിലോ അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലോ ഒന്നും സ്പീക്കർക്ക് ഇടപെടാനും സാധിക്കില്ല. മന്ത്രിമാരടക്കം സ്പീക്കറെ സർ എന്ന് അഭിസംബോധന ചെയ്യണം, മുഖ്യമന്ത്രി സർ എന്ന് അഭിസംബോധന ചെയ്യണം. അപ്പോൾ പറയുകയാണെങ്കിൽ എൻ ഷംസീറിന് കൊടുത്തത് വലിയ പദവിയാണ്. ഗണപതി മിത്താണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ആ പദവിക്ക് ചേരാത്ത രീതിയിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ പോലും എൻ ഷംസീറിനെ വെട്ടിയ പോലെ ക്ലീൻ ആയിട്ട് ഒരു വെട്ടിനിരത്തൽ ഇതുവരെ CPM-ൽ ഉണ്ടായിട്ടില്ല. കൃത്യമായി സ്ഥാനങ്ങൾ കൊടുത്ത് കൃത്യമായി കാര്യങ്ങൾ ഏൽപ്പിച്ച് എന്നാൽ വെട്ടി ഒതുക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റില്ല. പകരം കൊടുത്തതാണ് കാരായി രാജന് സീറ്റ്. കാരായി രാജൻ സഖാവ് കുതികാൽ വെട്ടിലും കൊലപാതകത്തിലും ഗുണ്ടായുസത്തിലും അതുപോലെയുള്ള സംഭവ വികാസങ്ങളിലുമൊക്കെ വളരെ പ്രാവീണ്യം തെളിയിച്ചയാളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം തലശ്ശേരിയുടെ പുതിയ MLA ഒരു ഗുണ്ടാത്തലവനാകാൻ പോകുന്നതിൽ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിച്ചുകൊണ്ട്, സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ ഷംസീർ എന്ന സ്പീക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. സഖാവ് കാരായി രാജൻ അനുഭവിച്ച ദുഃഖകരമായ കാര്യങ്ങൾ, വേദനാജനകമായ കാര്യങ്ങൾ, ഹൃദയഭേദകമായ കാര്യങ്ങൾ, പോലീസിൻ്റെ വേട്ട, നായാട്ട് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ അതിജീവിച്ചുകൊണ്ട് കാരായി രാജൻ സഖാവ് കടന്നു വന്ന തീക്കരൽ വഴികളെ പ്രകീർത്തിച്ചുകൊണ്ട് എൻ ഷംസീർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടാൽ നമ്മുടെയൊക്കെ ഹൃദയം നുറുങ്ങിപ്പോകും. എൻ ഷംസീർ സഖാവിനും അതുപോലെ കാരായി രാജൻ സഖാവിനും അഭിനന്ദനങ്ങൾ. ഒപ്പം കാരായി രാജൻ സഖാവിന് വിജയാശംസകളും നേരുന്നു. തലശ്ശേരിയുടെ പുതിയ MLA ആയി, പുതിയ മന്ത്രിയായി ഒക്കെ തന്നെ കടന്നു വരാൻ അങ്ങേക്ക് സാധിക്കട്ടെ. പാവം പിടിച്ച ഫസലിനെ കൊന്ന ആളുകൾ ഇങ്ങനെ മന്ത്രിമാരായിട്ടും MLA-മാരായിട്ടും ഒക്കെ വിലസുന്നത് കാണാൻ കേരള ജനതയ്ക്ക് ഒരു ഭാഗ്യം സിദ്ധിച്ചല്ലോ. എന്തായാലും നന്നായി. നല്ല സ്ഥാനാർത്ഥി പട്ടിക തന്നെ. ജനങ്ങൾ ഓടി നടന്ന് വോട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ തന്നെ വിജയിപ്പിക്കട്ടെ. കാരായി രാജൻ സഖാവ് ഇൻകുലാബ് സിന്ദാബാദ്, എൻ ഷംസീർ സഖാവ് അദ്ദേഹവും ഇൻകുലാബ് സിന്ദാബാദ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനും അഭിവാദ്യങ്ങൾ.